നിങ്ങൾ ജിമ്മനും കാണാൻ സുന്ദരനുമാണോ? എങ്കിൽ ജോലിക്കൊന്നും പോകണ്ട, നല്ല ശമ്പളം കിട്ടും. പുതിയൊരു ജോലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മകനോ മകളോ വിവാഹപ്രായമായാൽ രക്ഷിതാക്കളുടെ മനസ്സിൽ തീയാണ് അല്ലേ? അവന് അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു കുട്ടിയെ അല്ലെങ്കിൽ നല്ലൊരു ആളെ കണ്ടെത്തുന്നത് വരെ ആ തീ കെടാതെ മാതാപിതാക്കളുടെ മനസ്സിൽ തുടരും. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് വിവാഹ കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല. ജോലി, സ്വാതന്ത്ര്യം തുടങ്ങിയ പല കാരണങ്ങൾ കാരണം വിവാഹത്തിൽ നിന്ന് ഇന്നത്തെ തലമുറ പിന്തിരിയുന്നുണ്ട്. ഇതെല്ലാം മാതാപിതാക്കളോട് തുറന്നു പറയാനും ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും മടിയില്ല. ഇന്ത്യയിലെ അല്ല, ലോകത്തിലാകെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിൽ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നൊരവസ്ഥയും സംജാതമായിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ജോലിക്കാരായ സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. സ്ത്രീകൾക്ക് ജോലിയും സ്വയം പര്യാപ്തതയും വർദ്ധിക്കുന്നതോടെ വിവാഹത്തോടെല്ലാമുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിൽ അവർ ജോലി ചെയ്യുന്നതും പുറത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതുമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ പലർക്കും താല്പര്യമില്ല. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ വിവാഹപ്രായം കഴിഞ്ഞെങ്കിൽ അങ്ങ് പോട്ടെ എന്നാണ് ഇവരുടെ മനോഭാവം. പക്ഷേ ഇക്കൂട്ടർക്ക് വിവാഹം വേണ്ടെന്ന തീരുമാനം രക്ഷിതാക്കളോടും കുടുംബത്തിലെ മറ്റു മുതിർന്നവരോടും പറയാൻ വലിയ ധൈര്യമൊന്നുമില്ല. മാതാപിതാക്കളുടെ സന്തോഷം കെടുത്തിക്കളയണ്ട എന്നതാണ് ഇതിന് കാരണമായി ഇവർ പറയപ്പെടുന്നത്. പക്ഷേ ഇവർ രക്ഷിതാക്കളെ സുന്ദരമായി പറ്റിക്കും. എങ്ങനെയാണെന്നല്ലേ? കാമുകരെ വാടകയ്ക്കെടുത്താണ് ഈ ഒരു പറ്റിക്കൽ പരിപാടി നടക്കുന്നത്. യുവതികളാണ് വാടകയ്ക്കെടുപ്പുകാരിൽ കൂടുതൽ. ജിമ്മം വേണോ, ചോക്ലേറ്റ് ബോയ് വേണോ, ഏത് ആളെ വേണമെങ്കിലും ഈ ഒരു പറ്റിപ്പിൽ ഇവർ കൂടെ നിർത്തുന്നുണ്ട്. കയ്യിലെ പണത്തിൻ്റെ വലിപ്പമനുസരിച്ച് ഇഷ്ടപ്പെട്ട കാമുകന്മാരെ ഇന്നത്തെ കാലത്ത് തിരഞ്ഞെടുക്കാമത്രേ. ഇത്തരക്കാരെ നൽകാൻ പ്രത്യേക ഏജൻസികളുമുണ്ട്. ചില ഏജൻസികളിൽ 20,000-ലധികം കാമുകരുടെ സേവനം ലഭിക്കുമത്രേ. എങ്ങനെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. കണ്ടാൽ ആരും തെറ്റു പറയാത്തവനെ കാമുകനാക്കാനാണ് യുവതികളിൽ ഒട്ടുമിക്കതിനും താല്പര്യമെന്നാണ് ഈ നടത്തുന്ന ഏജൻസി നടത്തിപ്പുകാർ പോലും പറയുന്നത്. പുതുവർഷത്തിൽ കാമുകനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നതോടെയാണ് വടക്കൻ വിയറ്റ്നാമിൽ നിന്നുള്ള 30-കാരി മിൻതു ഈ ഏജൻസിയെ സമീപിച്ചത്. കുടുംബ ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതിനാൽ സുന്ദരനും ജിമ്മനുമായ ഒരാളെ തന്നെ അവർ തിരഞ്ഞെടുത്തു. അയാളെ കണ്ടതോടെ രക്ഷിതാക്കൾക്ക് സന്തോഷമായെന്നാണ് മിൻതു പറയുന്നത്. നല്ല ശമ്പളമുള്ള ജോലിയും സൗന്ദര്യവും ഉണ്ടായിട്ടും മകൾ വിവാഹം കഴിക്കാത്തതിൽ മിൻതുവിൻ്റെ രക്ഷിതാക്കൾക്ക് കടുത്ത വിഷമം ഉണ്ടായിരുന്നു. മകളെ വിവാഹം കഴിപ്പിക്കാൻ അവർ രോഗം അഭിനയിക്കാനും തുടങ്ങിയത്രേ. അപ്പോഴാണ് കാമുകനെ വാടകയ്ക്കെടുത്ത് മാതാപിതാക്കളെ പറ്റിച്ച് അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത്. കാമുകനെ കണ്ട് ഇഷ്ടപ്പെട്ടതോടെ പേരക്കുട്ടിയെ വേണമെന്ന് രക്ഷിതാക്കൾ നിർബന്ധം തുടങ്ങിയെന്നും മിൻതു പറയുന്നു. തന്നെക്കാൾ 5 വയസ്സധികമുള്ള ആളെയാണ് മിൻ കാമുകനായി തിരഞ്ഞെടുത്തത്. പക്ഷേ കാമുകന് വാടക എത്രയായിരുന്നുവെന്ന് വെളിപ്പെടുത്താൻ മിൻതു തയ്യാറായിട്ടില്ല. പാചകകലയിലടക്കം സ്വാധീനമുള്ളതുകൊണ്ട് വീട്ടുകാർക്ക് കക്ഷിയെ നന്നായി ബോധിച്ചിരിക്കുകയാണ്. കാമുകനെ കല്യാണം വേണ്ട. ഈ ചിത്ര സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കുറച്ചു നാൾ അഭിനയിച്ച് കഴിയുമ്പോൾ കാമുകനോട് ഇഷ്ടം തോന്നി അയാളെ ഭർത്താവായി കൂടെ കൂട്ടാമെന്ന് കരുതിയെങ്കിൽ നടക്കില്ലെന്ന് മാത്രമേ ഇപ്പോൾ കാമുകന്മാർ പറയുന്നുള്ളൂ. കാമുകന്മാർക്ക് വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, പണം തന്നെയാണ് വേണ്ടത്. കാമുകനായി അഭിനയിക്കുമ്പോൾ നല്ലൊരു തുക ഓരോ മാസവും പോക്കറ്റിലെത്തും. ഇത് കാരണമാണ് ഈ ഒരു പ്രവൃത്തിക്ക് തന്നെ ഏജൻസി മുഖാന്തരം ഇവർ പോകുന്നത്. വിവാഹം കഴിയുന്നതോടെ അത് എന്നേക്കുമായി അവസാനിക്കുന്നതുകൊണ്ട് വിവാഹത്തോടെ ഇക്കൂട്ടർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് ഈ യുവാക്കളെ വിവാഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. 25-കാരനായ തൂവാൻ ഒരു വാടക കാമുകനാണ്. ക്ലയൻറ്റുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ അയാൾ എന്നും ജിമ്മിൽ പോകാറുണ്ട്. മാത്രമല്ല പാചകവും നൃത്തവുമൊക്കെ പഠിക്കുന്നുമുണ്ട്. ഇതിന് നല്ലൊരു തുക ചെലവാകും. മറ്റു ജോലിക്കൊന്നും പോകാൻ അയാൾക്ക് തീരെ താല്പര്യമില്ല. മറ്റൊരു ജോലിക്കും ഇത്രയും ഉയർന്ന വരുമാനം കിട്ടുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. വെറുതെ കാമുകനായി അഭിനയിക്കുന്നതിന് ഒരു നിശ്ചിത തുകയും കുടുംബ മീറ്റിങ്ങുകൾ, ഷോപ്പിംഗ് എന്നിവയ്ക്ക് പോകുന്നതിന് കൂടുതൽ തുകയുമാണ് ഈടാക്കുന്നത്. മീറ്റിംഗ് ഒന്നിന് 5000 രൂപയാണ് നൽകേണ്ടത്. പിന്നെ ടച്ചിങ്സ് ആവാം, എന്നാൽ അതുക്കും മേലെ വേണ്ട. കാമുകനെ വാടകയ്ക്കെടുക്കുമ്പോൾ ചില സമ്മതപത്രങ്ങളിൽ ഇരുവരും ഒപ്പുവെക്കേണ്ടതായുണ്ട്. ലൈംഗികത പാടില്ലെന്നതാണ് ഇതിൽ മുഖ്യം.
ഇക്കാര്യത്തിൽ പരസ്പരം നിർബന്ധിക്കാനോ ബലം പ്രയോഗിക്കാനോ പാടില്ല. കെട്ടിപ്പിടുത്തവും ചുംബനവുമൊക്കെ ആവശ്യഘട്ടത്തിലാവാം. അതിനു മേലെയുള്ള ഒന്നും വേണ്ട. അഭിനയിക്കുമ്പോൾ വൈകാരികമായ അടുപ്പം തോന്നാനായി വാടകയ്ക്കെടുക്കുന്ന ആളുടെ കുടുംബ ചരിത്രവും പഠിക്കാറുണ്ടത്രേ. കാര്യങ്ങൾ വളരെ രസകരമാണെങ്കിലും സമൂഹത്തിന്റെ പിഴച്ച പോക്കാണിതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം വാടക കാമുകന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു നിയമപരിരക്ഷയും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാമുകരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് സ്ത്രീകൾ മാത്രമായിരിക്കും ഉത്തരവാദി. നിരവധി പേരാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ വലിഞ്ഞു കയറി ചെല്ലുന്നത്. ഒരുപാട് പേർ ഇരകളാവുന്നുണ്ട്. മാത്രമല്ല, അഭിനയം രക്ഷിതാക്കൾ കണ്ടുപിടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതായിരിക്കും. താങ്ങാനാവാതെ ചിലപ്പോൾ അവർ മരണത്തിന് കീഴടങ്ങിയെന്നും വന്നേക്കാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഇക്കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇടപാടുകൾ നടത്താൻ. ആരും ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക, അത്ര തന്നെ.